ഹലോ ഗായ്സ്, എല്ലാവർക്കും സഫീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു അടിപൊളി ഷോർട്ട് വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമുക്ക് വീഡിയോ വിഷ്വൽസ് കണ്ടപ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. നമ്മളുടെ ഷാർക്കാശ്വാൻ്റെ ടാങ്ക് അല്ലെങ്കിൽ നമ്മുടെ അക്വേറിയം നല്ല ചെളി വെള്ളമായിട്ട് ഇളക്കുക. ചെളി വരുന്നുണ്ട്. ഏകദേശം 2.5-3 മാസമൊക്കെ ആയിട്ടുണ്ടാവും നമ്മളിത് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അത് ക്ലീൻ ചെയ്ത് ആളെ സെറ്റപ്പ് ആക്കിയിടുന്നതിൻ്റെ വീഡിയോ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ച് വെള്ളത്തിൻ്റെ കളർ കണ്ട ഈ അക്വേറിയത്തിൻ്റെ പൂപ്പൽ പിടിച്ചേക്കുന്നതും ആളുടെ ദയനീയ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ജോലിക്ക് പോകാനൊക്കെ വെക്കേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് വീക്ക് ജോലിക്ക് പോയി തുടങ്ങണം. അപ്പോൾ അതിന് നമ്മൾ ഇയാളൊന്ന് സെറ്റാക്കാൻ പോകണം. ഇനി നമ്മൾ ഈ ഷാർക്കാശാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവനിപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു 10 വർഷം ഉണ്ടാകും. അതായത് ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ മേടിച്ചാണ് ഇവനാ. ഇപ്പോൾ PGയുടെ സ്റ്റാർട്ടിങ്ങിൽ മേടിച്ചാണ്. PG കഴിഞ്ഞു ജോലിക്ക് കയറി ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷമായിട്ടുണ്ടാവണം ഇയാൾ നമ്മുടെ കൂടെ കൂടിയിട്ട്. ഇയാൾ മാത്രമല്ല, അയാളുടെ കൂടെ ഒരു 9 പേരുണ്ടായിരുന്നു. 9 പേരിൽ തീർന്ന് പോയി അവസാനമായ ആളാണ് നമ്മളെ ഈ ഷാർക്കാശാൻ. ആൾ അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ നമ്മുടെ അക്വേറിയം ക്ലീൻ ചെയ്തേക്ക് വെച്ചേക്കണം അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ 1 മിനിറ്റിൽ നല്ല സുന്ദരക്കുട്ടപ്പനായിട്ടുള്ള അക്വേറിയം കാണാൻ പറ്റും. പക്ഷേ എൻ്റെ ഒരു 1.5-2 മണിക്കൂറത്തെ അതികഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണിത് ഈ ഒരു കോലത്തിലായി കിട്ടിയിരിക്കുന്നത്. അവസാനം വന്നപ്പോൾ നമ്മളെന്ത് സോപ്പ് ഓയിലും നമ്മളുടെ പാത്രം കഴിയുന്ന സ്ക്രബ്ബർ വരെടുത്ത് പ്രയോഗിച്ചപ്പോഴാണിത് ഒന്ന് ഈ കോലത്തിലെങ്കിലും ആയി കിട്ടിയത്. നമ്മുടെ കല്ലുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ വെള്ളം വെച്ച് നമ്മൾ പയ്യെ ഷാർക്കാശാനായിട്ടു. ഷാർക്കാശാനൊക്കെ ഉണ്ടാവും, അത്യാവശ്യം നല്ല സൈസൊക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്, ഒന്നും പറ്റാനിരിക്കട്ടെ പാവത്തിന്. നമുക്ക് ആകെയുള്ള ആളാണ്. ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയും ഇവനെ വെള്ളം തെറിപ്പിക്കലുകൊണ്ട് ഇവനെ കളയുക അല്ലെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ പുറത്ത് വലുതാക്കാൻ. പക്ഷേ ഇവനിക്ക് സെറ്റപ്പായിട്ട് ഇവൻ ഇത്രയും ഒരു 9-10 കൊല്ലമായിട്ട് ഇവൻ സെറ്റപ്പായിട്ട് ഈ ഒരൊറ്റ സ്ഥലത്ത് ഇവൻ കംഫർട്ടബിളായിട്ട് കിടക്കുകയാണ്. നമ്മുടെ ഹാളിലാണ് നമ്മൾ എൻ്റെ അക്വേറിയം വെച്ചേക്കുന്നത്. അവിടെ കംഫർട്ടബിളാണ്. വേറെ ഇവനിക്കും ശല്യം ഉണ്ടാവില്ല. ഇവനെക്കൊണ്ട് നമുക്ക് ചെറിയ ശല്യം ഉണ്ട്. ഇവൻ അറിയാത്ത ആൾക്കാരൊക്കെ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ വെള്ളം തെറിപ്പിക്കും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവനെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. നോക്കിയേ, ഫൈനൽ ലുക്ക് നോക്കിയേ. അക്വേറിയത്തിൻ്റെ മുകളിലെ റൂഫ് ഉൾപ്പെടെ നമ്മൾ സെറ്റാക്കി. പക്ഷേ എന്ത് പറ്റി, അക്വേറിയം ക്ലീൻ ആയപ്പോൾ നമ്മളെ ഹാള് ചെളി വരണ്ടു പോയി അല്ലേ. ഇനി എന്ത് ചെയ്യണം? വേറെ ഒരു പണിയില്ല, നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ചവിട്ടി പുറത്താക്കും. നമ്മളെ കൂടെ അക്വേറിയം സ്റ്റാൻഡ്. ഫൈനലി ഇതാണ് നമ്മളുടെ അക്വേറിയത്തിൻ്റെ ലുക്ക്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് ബൈ. ഇനി അതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ പെറ്റ്സിന് ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.